ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ സദ്യ സീരീസിൽ കാണിക്കാൻ പോകുന്നത് ഓലനാണ്. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും എങ്ങനെയാണ് സദ്യ സ്പെഷ്യൽ ഓലൻ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓലൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നീളത്തിലരിഞ്ഞ ഇളവൻ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് നൈസായിട്ട് അരിയണം. പിന്നെ നേന്ത്രക്കായ വട്ടത്തിലരിഞ്ഞാണ്, തൊലി കളയണം. പിന്നെ കുറച്ച് പയർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓലൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം കൂടെ ഒരു ചെറിയ ചട്ടിയിലോട്ട് ഇടാം. കുക്കറിലാണെങ്കിലും ഇത് വെക്കാൻ പറ്റും. കുക്കറിലാണെങ്കിൽ ഈ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടുപ്പിച്ചാൽ മതി. ഈ പച്ചമുളക് ഞാൻ ഇതിനകത്തോട്ട് അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം കുമ്പളങ്ങേൻ്റെ അകത്ത് നിന്ന് ഇത് വേകുമ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഇത് അടുപ്പത്ത് വെച്ചിട്ട്. കാരണം ഇതെല്ലാം ഒന്ന് മിക്സ് ആവണം, ഉപ്പ്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഇത് വേവുന്ന വരെ നമുക്കൊന്ന് വേവിക്കാം. ഒരു 10 മിനിറ്റ് ആവുമായിരിക്കും ഏകദേശം, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിനുള്ള തേങ്ങാപ്പാൽ പിഴിയണം. ഇപ്പം നമ്മുടെ ഓലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? വെള്ളവും ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ ഒരു 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ മിക്സിയിലിട്ട് അടിച്ചതാണിത്. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണിത്. ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു ചെറു ചൂടിലാക്കണം കേട്ടോ, ലോ ഫ്ലെയിമിലാക്കണം. അല്ലെങ്കിൽ കാരണം ഇത് പിരിയാൻ പാടില്ല, ചൂടാവാനേ പാടുള്ളൂ. എന്നാൽ കഷ്ണങ്ങളൊന്നും ഉടയാനും പാടില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വേണമെങ്കിൽ. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. തിളക്കാൻ പാടില്ല, തിളച്ചിട്ടുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോവും. ചൂടായാൽ മാത്രം മതി. ഞാൻ അതോട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിന് മുകളിൽ ഒഴിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, സദ്യ റെസിപ്പീസിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് ഓലൻ. അങ്ങനെ നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവർക്കും എൻ്റെ ഈ സദ്യ റെസിപ്പി ഓലൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു എവരിവൺ.